ഇലക്ഷന് ശേഷം കേരളത്തിലെ വെട്ടുകിളികൾ മൊത്തം പാർട്ടി നന്നാക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. പിണറായി സഖാവിനെ മാറ്റണം, പാർട്ടി സെക്രട്ടറിയെ മാറ്റണം, ചിലർക്ക് പാർട്ടി പിരിച്ചുവിടണം. ഇതിനു മുമ്പ് ഇങ്ങനത്തെ തോൽവി ഉണ്ടായിട്ടില്ലേ? ഇടതുപക്ഷത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും കടുത്ത പരാജയം ഉണ്ടായത് 1977-ലാണ്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന ആ തിരഞ്ഞെടുപ്പിൽ CPIM സഖ്യത്തിന് ലഭിച്ചത് 29 സീറ്റാണ്. CPIMന് ലഭിച്ചതോ വെറും 17 സീറ്റ് മാത്രം. അതിനുശേഷം നടന്ന 1991 തിരഞ്ഞെടുപ്പ്, 2001 തിരഞ്ഞെടുപ്പ്, ഇതിലൊക്കെ വലിയ ഭൂരിപക്ഷത്തിൽ തോറ്റിട്ടുണ്ട്. അതിനുശേഷം 2006 തിരഞ്ഞെടുപ്പിൽ LDF സഖ്യം 98 സീറ്റിൽ ഭരണത്തിൽ കയറിയിട്ടുണ്ട്. 2016 മുതൽ 2026 വരെ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഭരണം കാഴ്ചവെച്ചിട്ടാണ് ഇറങ്ങിയത്. കേരളത്തിലെ വെട്ടുകിളികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭരണത്തിലുള്ള LDFനേക്കാൾ നിങ്ങൾ ഭയക്കേണ്ടത് പ്രതിപക്ഷത്തിലിരിക്കുന്ന LDFനെയാണ്. ലാൽ സലാം സഖാക്കളെ.